യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില നിർദ്ദേശങ്ങളുണ്ട്. ട്രാഫിക് നിയമങ്ങൾ പാലിക്കേണ്ടത് വാഹനം ഓടിക്കുന്നവൻ്റെ ഇസ്ലാമിക ബാധ്യതയാണ്. ഇസ്ലാമികമായ നമ്മുടെ ബാധ്യതയാണ് വാഹനം ഓടിക്കുന്ന ഡ്രൈവർ ആ രാജ്യം യാത്രക്കാരുടെയും വഴിയിലുള്ള ആളുകളുടെയും എല്ലാം സുരക്ഷയ്ക്ക് വേണ്ടി എന്തൊക്കെ നിയമങ്ങളാണോ ആവിഷ്കരിച്ചിട്ടുള്ളത് അത് പാലിക്കണം എന്നത് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുന്നൊരു വ്യക്തി ആദ്യം വാഹനം പരിശോധിക്കണം. ദീർഘയാത്രയാണ് ചെയ്യുന്നതെങ്കിൽ അതിന് കൊള്ളാവുന്ന വാഹനമാണോ അല്ലയോ എന്ന് പരിശോധിക്കേണ്ടത് അയാളുടെ ബാധ്യതയാണ്. പൊട്ടാൻ സാധ്യതയുള്ളൊരു ടയറുമായി അയാൾ യാത്ര ചെയ്യരുത് എന്നർത്ഥം. രണ്ടാമത്തത്, അയാൾ വാഹനം ഓടിക്കുന്നതിന് കഴിവുള്ള ആളായിരിക്കണം. ഏകദേശം ഒരു അര ഡ്രൈവറായിട്ട് വാഹനം ഓടിച്ച് എവിടെയും കൊണ്ടുപോയി ചാടിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അയാൾ കുറ്റക്കാരനാണ്. കോടതി നിയമപ്രകാരമുള്ള കുറ്റക്കാരനല്ല പറഞ്ഞത്, പടച്ചോൻ്റെ കോടതിയിൽ കുറ്റക്കാരനാണ്. അതാണ് അറിവില്ലാത്തവൻ ആ പണിയെടുക്കരുത്. അറിവുള്ളവൻ മാത്രമാണ് വാഹനം ഓടിക്കാൻ പാടുള്ളൂ. വാഹനത്തിന് നിശ്ചയിച്ച വേഗതയുണ്ട്. ആ വേഗതയിലേക്കാൾ ഉപരി ഓടിക്കുകയും അപകടം വരാൻ സാധ്യതയുമുള്ളത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ യാത്രക്കാരുടെയും വാഹനത്തിൻ്റെയും എല്ലാം സുരക്ഷയ്ക്ക് വേണ്ടി നിയമങ്ങൾ എന്തൊക്കെയാണോ നിശ്ചയിച്ചിട്ടുള്ളത് ആ നിയമങ്ങളെല്ലാം പാലിക്കേണ്ടതുണ്ട്. രാജ്യത്തെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി എന്തെല്ലാം നിയമങ്ങളാണോ ആവിഷ്കരിച്ചിട്ടുള്ളത് ആ നിയമങ്ങൾ അനുസരിക്കേണ്ടത് ഖുർആൻ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള നിയമമാണ്. ആ നിയമലംഘനം നാം നടത്തുന്നുവെങ്കിൽ നാം അള്ളാഹുവിനോട് തൗബ ചെയ്യേണ്ട കുറ്റമാണ്. ഈ ഒരു തിരിച്ചറിവ് ആ വിഷയത്തിൽ നമുക്കുണ്ടാകണം. ഇസ്ലാമിൻ്റെ മതനിയമങ്ങൾക്ക് 5 അടിസ്ഥാന തത്വങ്ങളുണ്ട്. ആ 5 അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ് ഹിഫ്ളുൻ നഫ്സ്, ആളുകളുടെ സംരക്ഷണം എന്നത് ഇസ്ലാമിക ശരീഅത്തിൻ്റെ അടിസ്ഥാന തത്വമാണ്. ഹിഫ്ളുൽ മാൽ, സമ്പത്തിൻ്റെ സംരക്ഷണം എന്നത് ഇസ്ലാമിക ശരീഅത്തിൻ്റെ അടിസ്ഥാനമാണ്. ഈ 2 അടിസ്ഥാന കാര്യങ്ങൾ സുരക്ഷിതമാക്കി തീർക്കുക എന്നത് ഭരണകൂടത്തിൻ്റെ ബാധ്യതയാണ്. അതിനുവേണ്ടിയാണ് ഭരണകൂടം ഇത്തരത്തിലുള്ള നിയമങ്ങളെല്ലാം ആവിഷ്കരിക്കുന്നത്. അപ്പോൾ ആ ഭരണ നിയമങ്ങൾ മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ടായിരിക്കണം ഒരു മുസ്ലിം ഡ്രൈവറായി ജോലി ചെയ്യുന്നത്. അത് ഇസ്ലാമികമായ നിയമത്തിൻ്റെ ഭാഗമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. തീർത്തും കുറ്റകരമായ രീതിയിൽ ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്നുണ്ടായ ആക്സിഡൻ്റാണ്, കേസാണെന്നുണ്ടെങ്കിൽ അതിന് ഭരണകൂടം, കോടതി നിശ്ചയിക്കുന്ന ദിയത്തും കാര്യങ്ങളും ശിക്ഷകളൊക്കെ ഉണ്ടാകും. അബദ്ധത്തിൽ വന്നതാണെങ്കിൽ, ഏത് തരത്തിലാണെങ്കിലും ശരി, അപ്രതീക്ഷിതമായി നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അബദ്ധം നമ്മുടെ ഭാഗത്തുനിന്ന് വന്നുപോയി, വാഹനം എല്ലാം കുറ്റമറ്റതായിരുന്നു, മറ്റ് കാര്യങ്ങളെല്ലാം എല്ലാ യോഗ്യതകളും നമുക്കുണ്ടായിട്ടുണ്ട്, എന്നിട്ടും അപ്രതീക്ഷിതമായി നമ്മളൊന്ന് കണ്ണങ്ങ് വാങ്ങിപ്പോയി, അത് മതി ഒരു ആക്സിഡൻ്റ് ഉണ്ടാകാൻ. ആ ആക്സിഡൻ്റ് കാരണമായി ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ കുടുംബത്തിനുള്ള ബ്ലഡ് മണി നമ്മൾ കൊടുക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കുറ്റത്തിൽ നിന്ന് നാം മോചിതരാവുന്നില്ല. ഖുർആൻ നമ്മോട് പറയുന്നത് വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നമു ഖാലിദൻ ഫീഹാ. ഒരാളൊരു വിശ്വാസിയായ മനുഷ്യനെ മനഃപൂർവ്വം കൊന്നാൽ, മനഃപൂർവ്വമാണ് സംഭവിക്കുന്നതെങ്കിൽ അവന് ശാശ്വത നരകമാണ്. വഗളിബല്ലാഹു അലൈഹി, അള്ളാഹുവിൻ്റെ കോപം അവനുണ്ട്. വലഅനഹു, അള്ളാഹുവിൻ്റെ ശാപമുണ്ട്. വഅദ്ദ ലഹു അദാബൻ അളീമ, ഗൗരവമുള്ള ശിക്ഷയാണല്ലോ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇത് മനഃപൂർവ്വം കൊലപാതകം ചെയ്യുന്ന ആളുകൾക്കുണ്ടാകുന്ന ശിക്ഷയാണ്. എന്നാൽ ഒമൻ ഖതല മുഅ്മിനൻ ഖതഅൻ, അബദ്ധത്താൽ ഒരു മനുഷ്യനെ കൊന്നുപോയാൽ, ഒരു വിശ്വാസിയെ കൊന്നുപോയാൽ, ഫതഹരീറു റഖബത്തിൻ മുഅ്മിന, വിശ്വാസിയായ ഒരടിമയെ മോചിപ്പിക്കണം. വദിയത്തുൻ മുസല്ലമത്തുൻ ഇലാ അഹ്ലിഹി, അവരെ കുടുംബത്തിനുള്ള ബ്ലഡ് മണി ദിയത്ത് കൊടുക്കുകയും ചെയ്യണം. അടിമയെ മോചിപ്പിക്കാനില്ല, നമുക്കറിയാം അടിമയെ മോചിപ്പിക്കാനില്ല.
അങ്ങനെയുള്ള കാലഘട്ടത്തിൽ എന്ത് ചെയ്യണം? തൻ്റെ കൈപ്പിഴ കൊണ്ട്, അബദ്ധം കൊണ്ട് മറ്റൊരാൾ മരണത്തിന് ഇടയായി കഴിഞ്ഞാൽ ആ ഡ്രൈവർ 2 മാസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കണം. അതാണ് അതിനുള്ള കഫാറത്ത്, പ്രായശ്ചിത്തം. കാരണം വന്നുപോയത് അബദ്ധമാണെങ്കിൽ പോലും ഈ അബദ്ധം പൊറുക്കണമെങ്കിൽ ഇത്രയും ഗൗരവമുള്ളൊരു പ്രായശ്ചിത്തം ചെയ്യണം എന്നതാണ് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത്. മാത്രമല്ല, യാത്രക്കാർ അവർക്കും ചില നിയമങ്ങൾ ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. റോഡ് മുറിച്ച് കടക്കുമ്പോൾ മുറിച്ച് കടക്കാൻ അനുവദിക്കപ്പെട്ട ഭാഗങ്ങളിലൂടെ മുറിച്ച് കടക്കുക, വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചെയ്യുക. ഇത് റോഡ് മുറിച്ച് കടക്കുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. വഴിയിലുള്ള ആളുകൾക്ക് വരെ ഇസ്ലാം ചില നിയമങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാക്കും വൽ ജുലൂസ് അല തുറുഖാത്ത്, വഴിയിലിരിക്കരുത് നിങ്ങൾ. പ്രവാചകന്റെ കൽപ്പനയാണ്. സ്വഹാബികൾ പറഞ്ഞു, മാ ലനാ ബുദ്ദുൻ, അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾക്ക് ഇരിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. ലതഹദ്ദസു ഫീഹാ, ഞങ്ങൾ വർത്തമാനം പറയുന്ന മജ്ലിസ് വഴിയിലിരുന്നിട്ടാ. ഫൈദാ അബൈതുമുൽ മജാലിസ്, വഴിയിലിരിക്കൽ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഫഅതു ത്വരീഖ ഹഖഹ, വഴിയോട് ചെയ്യേണ്ട ചില കടപ്പാടുണ്ട്, അത് ചെയ്യണം. വഴിക്ക് ചില നിയമങ്ങളുണ്ട്, അത് നിങ്ങൾ പാലിക്കണം. സഹാബികൾ ചോദിച്ചു, ഒമാ ഹഖു ത്വരീഖ്, പ്രവാചകരെ വഴിയിൽ എന്ത് കടപ്പാടാണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ഖാല വദ്ദുൽ ബസർ, കണ്ണിനെ നിയന്ത്രിക്കണം. വഴിയിലിരുന്ന് പോകുന്ന ആളുകളൊക്കെ നോക്കിയിട്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പറഞ്ഞ് പരലോകത്ത് വരുമ്പോഴേക്കും പരദൂഷണത്തിൻ്റെ ഒരു ഭാണ്ഡം മനുഷ്യൻ്റെ കയ്യിലുണ്ടാവും. വഖഫുൽ അദാ, ആളുകൾക്ക് നിങ്ങളെ കൊണ്ടൊരു ഉപദ്രവം ഉണ്ടാകരുത്, അതില്ലാതാക്കാൻ നിങ്ങൾ നോക്കണം. നടക്കുന്ന ആളുകൾക്ക് തടസ്സമുള്ളോടത്ത് വട്ടം കൂടി ഇരിക്കരുത് എന്നർത്ഥം. നമ്മുടെ നാട്ടിൽ സമരം ചെയ്യുന്ന നടുറോട്ടിലാണ്. വറദ്ദുസ്സലാം, നടന്നു പോകുന്ന ആളുകൾ സലാം പറയണമല്ലോ. വാഹനത്തിൽ പോകുന്നവൻ നടന്നു പോകുന്നവനോട്, നടന്നു പോകുന്നവൻ ഇരിക്കുന്നവരോട് സലാം പറയണം. ആ സലാം നിങ്ങൾ മടക്കുകയും ചെയ്യണം. വ അംറും ബിൽ മഅറൂഫി വ നഹിയുൻ അനിൽ മുൻകർ, നല്ലതായിരിക്കണം നിങ്ങൾ കൽപ്പിക്കുന്നത്, ചീത്ത കാര്യങ്ങളാകണം നിങ്ങൾ വിരോധിക്കുന്നത്. ഇതൊക്കെയാണ് വഴിയിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ബാധ്യത എന്ന് വഴിയോരങ്ങളിൽ ഇരിക്കുന്ന ആളുകളോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി സൗകര്യപ്പെടുത്തുന്നതിനെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആളുകൾക്ക് സഞ്ചാരപാത ഒരുക്കുന്നതിനെ പറ്റി. വഴിക്ക് വേണ്ടി ഭൂമി വിട്ടുകൊടുക്കുന്നത് പുണ്യകർമ്മമാണ്. പരലോകത്ത് പ്രതിഫലം കിട്ടുന്ന സ്വതക്കയിൽ ഒന്നാണ് വഴിക്ക് വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കുക എന്ന്. വഴിക്ക് സ്ഥലം കിട്ടലാണ് എല്ലാ പ്രദേശത്തും ഏറ്റവും പ്രയാസമുള്ള വിഷയം. എന്തിനും സ്ഥലം കൊടുക്കും, പക്ഷേ പരിസരത്ത് കൂടെ വഴിക്ക് സ്ഥലം കൊടുക്കാൻ ചോദിച്ചാൽ അവിടെ എപ്പോഴും പ്രശ്നങ്ങളുണ്ടാകും. വഴി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം എല്ലാവർക്കുമായിരിക്കും, ഈ പറയുന്ന വ്യക്തിക്കും അതിൻ്റെ ഗുണമുണ്ടാകും. അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കണം, അത് ഒരു പുണ്യകർമ്മമാണ് എന്ന നിലയ്ക്ക് ആ കാര്യത്തെ സമീപിക്കാൻ കഴിയണം. അത് നഷ്ടമല്ല. വഴിക്ക് വേണ്ടി സ്ഥലം കൊടുക്കുമ്പോൾ അത് നഷ്ടമല്ല. എത്രയോ നൂറ്റാണ്ടുകൾ ചിലപ്പോൾ ആ വഴി നിലനിൽക്കും. അതിലെ എത്ര മനുഷ്യന്മാർ ആവശ്യങ്ങൾക്കും അല്ലാതെയും ഒക്കെ നടന്നു പോകുന്നുണ്ടാകും, മൃഗങ്ങൾ നടന്നു പോകുന്നുണ്ടാകും. അതിനൊക്കെ ഒരു പുണ്യം ഈ വ്യക്തിക്ക് പരലോകത്ത് ലഭിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നിലനിൽക്കുന്ന പുണ്യകർമ്മമാണ് വഴിക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത്. വഴിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കിക്കൊടുത്തുകൊണ്ട് സൗകര്യപ്പെടുത്തി കൊടുത്ത ആളുകളുടെ മഹത്വം പ്രവാചകൻ പറഞ്ഞൊരിക്കൽ, ലഖദ് റഅയ്തു റജുലൻ യതഖല്ലബു ഫിൽ ജന്ന, ഒരാൾ സ്വർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഞാൻ കണ്ടു. എന്തേ കാരണം? ഫീ ഷജറത്തിൻ ഖതഅഹാ മിൻ ലഹരി ത്വരീഖ് കാനത് തുദിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങൾക്ക് നടന്നു പോകുന്നവർക്ക് ഉപദ്രവകരമായിട്ടുള്ള ഒരു വൃക്ഷം വഴിയുടെ മധ്യഭാഗത്തുണ്ടായിരുന്നു. അയാളത് മുറിച്ചിട്ട് ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുത്തു. നമ്മുടെ പറമ്പിലുള്ള ചെടികളും മരങ്ങളുടെയും കൊമ്പുകൾ ചിലപ്പോൾ വഴിയിലേക്ക് തൂങ്ങിക്കിടക്കും. അതിലെ പോകുന്ന വാഹനക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും അത്. എങ്കിൽ ആ കൊമ്പ് നാം മുറിച്ചു കൊടുക്കണം. അത് മതപരമായ നമ്മുടെ ബാധ്യതയാണ്. ആളുകൾക്ക് അസൗകര്യമുള്ളത് നമ്മുടെ ഒരു ചെറിയ തടിയായിരിക്കും, ഒരു വൃക്ഷമാണെങ്കിൽ ആ വൃക്ഷം മുറിച്ചു കൊടുത്തു എങ്കിൽ ആ വ്യക്തിയാണ് സ്വർഗത്തിലൂടെ നടക്കുന്ന ആളുകളെ കൂട്ടത്തിലേക്ക് വരുന്നത്.
മറ്റൊരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൈനമാ റജുലുൻ യംശി ഫീ ത്വരീഖ്, ഒരാൾ വഴിയിലൂടെ നടന്നു പോകുന്നു, വജദ ഹുസ്ന ഷൗക്കിൻ അല ത്വരീഖ്, വഴിയിൽ മുള്ളിൻ്റെ ഒരു കൊമ്പ്, ഫഅഖറഹു, അവൻ ആ മുള്ള അവിടുന്ന് മാറ്റിയിട്ടു, അരികിലേക്ക് മാറ്റിയിട്ടു, ഫശക്കർ അല്ലാഹ ലഹു ഫഗഫറ ലഹു, അള്ളാഹു അവനോട് നന്ദി കാണിച്ചത് അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുത്തുകൊണ്ടാണ്. ഇങ്ങനെയുള്ള ഉപദ്രവങ്ങൾ വഴിയിൽ നിന്ന് നീക്കം ചെയ്യണമെന്നതാണ് ഇസ്ലാം സമൂഹത്തെ പഠിപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല, വഴിയിലേക്ക് മാലിന്യങ്ങൾ, വീട്ടിലെ അടിക്കാട്ടുകൾ വലിച്ചെറിയുന്നത് കുറ്റകരമായൊരു സമീപനമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. പല കടക്കാരുടെയും കടൻ്റെ മുമ്പിൽ ചെന്നാൽ വേസ്റ്റുകളൊക്കെ ഇടാനുള്ള സ്ഥലം സർക്കാരിൻ്റെ റോഡാണ്. ആ രൂപത്തിലാണ്, അത് പൊതുസ്ഥലമാണല്ലോ, അവിടെ ആർക്കും കൊണ്ടുപോയിടാം, കാരണം ആരും ഒന്നും പറയാനില്ല എന്നാണ്. പക്ഷേ ഇസ്ലാമികമായി നാം ആ ചെയ്യുന്നത് കുറ്റകരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത് വഴി വൃത്തിയായി സൂക്ഷിക്കണമെന്നാണ്. എത്രത്തോളം അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഗൗരവത്തെ താക്കീത് ചെയ്തു, ഇത്തഖുൽ മലാഇന സലാസ, 3 ശപിക്കപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അൽ ബിറാസു ഫിൽ മവാരിദി വഖാരിഅത്തി ത്വരീഖി വള്ളില്ല, വഴിയിൽ ജനങ്ങൾ തണൽ കൊള്ളാൻ വേണ്ടി നിൽക്കുന്ന വൃക്ഷച്ചുവട്ടുകളിൽ, അതുപോലെ വെള്ളം കുടിക്കാനൊക്കെ പോവുകയും വരികയും ചെയ്യുന്ന വഴികളിൽ, ഇവിടെയെല്ലാം വിസർജനം ചെയ്യുന്നതിന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത് ലഅനത്ത് ചെയ്യപ്പെടുന്ന കാര്യമാണ്, സർവരും ശപിക്കുന്ന കാര്യമാണ്. ഇതൊന്നും ഒരു സംസ്കാരമുള്ള മനുഷ്യർ ചെയ്യുന്ന കാര്യമല്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ വഴിയോരങ്ങളെ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് മുസ്ലിമിൻ്റെ സംസ്കാരമായി നമ്മൾ സ്വീകരിക്കണം. വഴിയിലുള്ള തടസ്സങ്ങൾ നീക്കുന്നത് ഇസ്ലാമിൻ്റെ കാര്യമായി നമ്മൾ മനസ്സിലാക്കണം. അത്തരത്തിലാണ് ഈ വിഷയത്തെ ഇസ്ലാം സമീപിച്ചിട്ടുള്ളത്. നടന്നു പോകുന്ന വ്യക്തികളോട് പോലും ഇസ്ലാം ചിലത് പറഞ്ഞിട്ടുണ്ടല്ലോ, നടന്നു പോകുമ്പോൾ നീ ശാന്തനായി പോകണമെന്നാണ്. ധൃതിപ്പെട്ടൊരു ജീവിതമാണെന്നുള്ളത്. എല്ലാത്തിനും ബന്ധപ്പെട്ടും ധൃതിപ്പെട്ടും കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ വരുന്നു. മൊബൈലിൽ സംസാരിച്ചു കൊണ്ടിരിക്കും, റോഡ് മുറിച്ചു കിടക്കും, വാഹനം വരുന്നു, അപകടമുണ്ടാകുന്നു. മൊബൈലിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, വാഹനം ഓടിക്കുന്നു, അശ്രദ്ധ വരുന്നു. ഇങ്ങനെയെല്ലാം അപകടമുണ്ടാകുന്ന ഒരുപാട് സംഗതികൾ അറിയാം. വാഹനാപകടങ്ങളുടെ കണക്കുകളാണ് ഈ സമീപകാലത്ത് പല റിപ്പോർട്ടുകളും നമ്മൾ കാണുന്നത്. അത്ഭുതകരമാണ്. ജനം വഹിക്കുന്നു, വാഹനവും അനുസരിച്ചിരിക്കുന്നു, റോഡുകൾ അതിനനുസരിച്ച് സൗകര്യപ്പെടുന്നില്ല. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചു നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് നമുക്ക് കൊണ്ടുപോയി ഇടാക്കുമെങ്കിൽ പല ആളുകളുടെയും സാധനങ്ങൾ റോഡിൻ്റെ സൈഡിലാണ് നിറച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് മനസ്സിലല്ല വാഹനങ്ങൾക്ക് പോകാൻ സൗകര്യം. അത്തരത്തിൽ മരങ്ങളും സാധനങ്ങളും എല്ലാം പൂർവ്വത്തിൽ നിറക്കുന്നൊരവസ്ഥ. ഇതിൻ്റെയൊക്കെ പരിണിത ഫലം എന്താണ്? ഒരുപാട് പ്രയാസങ്ങളും അപകടങ്ങളുണ്ടാകുന്നു. ഇത് ഒരു ഭാഗത്ത്. രണ്ടാമത്തത്, ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു വിഷയം കൂടിയുണ്ട്. ആവശ്യത്തിലധികം വാഹനങ്ങളാണ് ആളുകൾ കയ്യിലുള്ളത്. അതും ഒരു പൊങ്ങച്ചത്തിൻ്റെയാണ്. വീട്ടിൻ്റെ മുമ്പിൽ വരിയായി വാഹനങ്ങൾ നിർത്തിയിടണം. അതും ഒരു പുതിയ വാഹനം വന്നാൽ ആവശ്യമില്ലെങ്കിലും ശരി, ആ പുതിയ വാഹനം എടുക്കാതിരിക്കുന്നത് സമൂഹത്തിനു മുമ്പിൽ ഞാൻ മോശക്കാരനാകുമോ എന്ന് ചിന്തിക്കുകയാണ്. ഏത് തരം വാഹനം വേണമെങ്കിലും നമുക്ക് ഒരുക്കിത്തരാൻ പലിശ കമ്പനികൾ ഒരുക്കമാണ്. പലിശ കൊടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല, മികച്ച ഒരു വാഹനം തന്നെ വേണമെന്ന നിർബന്ധം നമ്മിൽ പലർക്കും. അതുകൊണ്ട് ഉള്ള വാഹനം കൊടുത്ത് ഏറ്റവും പുതിയ കമ്പനിയുടെ ഏറ്റവും മികച്ച വാഹനം വാങ്ങി അത് വീട്ടിൻ്റെ മുമ്പിൽ നിർത്തിയിട്ടു. ഇങ്ങനെയൊരു പൊങ്ങച്ചം നമ്മുടെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം. അനിവാര്യ ഘട്ടങ്ങൾ അല്ല ഇതൊന്നും നമ്മൾ വാങ്ങിക്കൂട്ടുന്നത്, ഈ പലിശക്ക് നാം അടിമയായിത്തീരുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ നാം പലിശക്കാരുടെ കമ്പനികളിൽ ചെന്ന് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന പലിശ എത്രയാണ്? അങ്ങനെയുള്ള വാഹനമാകുമ്പോൾ ബർക്കത്തുണ്ടാവില്ലല്ലോ. യംഹഖുല്ലാഹു റിബ വയുർബി സ്വദഖാത്ത്. ഈ പലിശ ബർക്കത്തല്ല ഉണ്ടാകുന്നത്, നമുക്ക് നാശമാണ് ഉണ്ടാക്കുന്നതെന്ന് ഖുർആനിൻ്റെ പ്രഖ്യാപനമാണ്. ഇതൊക്കെ നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. ഇത് നമ്മുടെ നാട്ടിൽ വാഹനങ്ങൾ ഇത്രയധികം വർദ്ധിക്കാൻ കാരണം ഈ വാഹനമൊക്കെ ആവശ്യമുള്ളതുകൊണ്ടാണ്. രണ്ടാളുള്ള വീട്ടിൽ 4-5 വാഹനങ്ങളാണ്.
ഇതെല്ലാം ഇത്തരം പലിശ കമ്പനികൾ നമ്മുടെ മുമ്പിൽ ഉദാരവൽക്കരണം പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് കൊണ്ടാണ് ഇത്രയധികം വാഹനങ്ങൾ പെരുകുന്നത്. എന്നിട്ട് പൊങ്ങച്ചത്തിന് വേണ്ടി വാങ്ങിയിട്ട് ഉണ്ടാക്കുന്ന പണം മുഴുവനും ഇവർക്ക് കൊടുക്കാൻ തന്നെ തികയില്ല. അങ്ങനെയുള്ള ദുരവസ്ഥയും നമ്മുടെ സമൂഹത്തിൽ വരുന്നുണ്ട്. ഇത് വിഷയം ഗൗരവമുള്ളതാണ്. ആ ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യേണ്ടതുണ്ട്. സൂചിപ്പിക്കുന്നത് ഒരു മുസ്ലിമായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അനിവാര്യമാണ് യാത്ര. അനിവാര്യമായ യാത്രയുടെ ഓരോ ഘട്ടങ്ങളിലും യാത്രക്കാരൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്, വാഹനം ഓടിക്കുന്നവൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്, വഴികളിലൂടെ നടന്നു പോകുന്നവൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്, വഴിയോരങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും ഇസ്ലാം ചില മാർഗദർശനങ്ങളും ഉപദേശങ്ങളും നൽകിയിട്ടുണ്ട്. വാഹനങ്ങൾ കൊണ്ട് അഹങ്കരിക്കുന്ന സ്വഭാവം മുസ്ലിമിൻ്റെ സംസ്കാരമല്ല. മറിച്ച് ജീവിതാവശ്യത്തിന് വേണ്ടി വാഹനം ഉപയോഗിക്കുക എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഏത് ചെറുതും വലുതുമായ യാത്രയിലെല്ലാം തന്നെ ഇത്തരം കാര്യങ്ങൾ ഓർക്കേണ്ടതുണ്ട്. എല്ലാ യാത്രയുടെ സമയത്തും അള്ളാഹുവിനെ ഓർക്കുവാനും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനകൾ നിർവഹിക്കുവാനും നമ്മോട് നിർദ്ദേശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഇസ്ലാമിൻ്റെ സംസ്കാരം നമ്മൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യാൻ നമുക്ക് സാധിക്കണം.